അലക്സ് ഇപ്പോഴും ഈ നഗരത്തിന് ഇന്ന് നിദ്രയില്ല. ഉറങ്ങാൻ കഴിയാത്ത രീതിയിൽ തലസ്ഥാന നഗരി മാറിക്കഴിഞ്ഞിരിക്കുന്നു. AK സെൻ്റർ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായും എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് വലിയ ജനാരവം ഇപ്പോഴും AKG സെന്ററിന് മുന്നിൽ അങ്ങനെ തമ്പടിച്ചു നിൽക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ എന്നുള്ളതാണ്. അവർ അവരുടെ ജോലിയും അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നും മറ്റു തൊഴിലിടങ്ങളിൽ നിന്നും ഒക്കെ ഇവിടേക്ക് ഓടിയെത്തിയ ജനസഞ്ചയമാണ് നമ്മുടെ ദൃശ്യങ്ങളിലുള്ളത്. എസ്കൻ, എത്ര മണിക്കൂറായി ഈ ജനസഞ്ചയം ഇങ്ങനെ തുടരുന്നു എന്നുള്ളത് അറിയുമോ? അത് ഇക്കൂട്ടത്തിൽ ഏതൊക്കെ തരം ജനവിഭാഗങ്ങളുണ്ടെന്ന് അറിയുമോ? അത് എല്ലാ പ്രായഭേദമന്യേ ഒരു വലിയൊരു ജനസഞ്ചയം, വലിയ ജനക്കൂട്ടം അവരുടെ ഈ വിപ്ലവ തേജസ്സിനെ കാണാൻ ഇവിടെ ഓടിയെത്തിയിരിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് 102 വയസ്സ് പ്രായമുള്ള മലയാളത്തിൻ്റെ സമരേതിഹാസം VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാനാണ് ഇവർ വന്നത്. പലരും നിറക്കണ്ണുകളോടെ അവരുടെ വേദന പങ്കുവെക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അതിൽ കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ ഈ കർഷക തൊഴിലാളികളുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്, കശുവണ്ടി തൊഴിലാളികളുണ്ട്, സമൂഹത്തിൻ്റെ നാനാ വിഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എസ്കേൻ, ഈ കാണുന്ന ഈ പൊതുദർശനം AKG പഠന ഗവേഷണ കേന്ദ്രത്തിലെ പൊതുദർശനം അവസാനിച്ചാൽ VS അച്യുതാനന്ദൻ്റെ പാർട്ടൺ ഹില്ലിലെ വേലിക്കകത്ത് വസതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുപോവുക. അവിടെയും ഈ ആളുകൾക്ക് കാണാനുള്ള അല്ലെങ്കിൽ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും ഒക്കെ കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം നാളെ രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ദർബാർ ഹാളിലേക്ക് എത്തിക്കുക. വലിയ ആൾക്കൂട്ടം അവിടേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതരടക്കം അറിയിക്കുന്നുണ്ട്. ഈ രാത്രി എസ്കേൻ ഇവിടേക്ക് ഇങ്ങനെ ജനസമൂഹം ഒഴുകുകയാണ്. അവർ ഇവിടെ എത്തി തങ്ങളുടെ ആദരം, തങ്ങളുടെ അന്ത്യ അഭിവാദനം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾക്ക് നേരുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എസ്കേൻ, ഈ നഗരമാകെ അക്ഷരാർത്ഥത്തിൽ നഗരമാകെ അങ്ങനെ ബ്ലോക്കായി നിൽക്കുകയാണ്. അതാണ് അത്ര കണ്ട ആളുകൾ, ജനസമൂഹം ഇവിടേക്ക് ഒഴുകിയെത്തുന്നു VS അച്യുതാനന്ദന് തങ്ങളുടെ അന്ത്യ അഭിവാദനം നേരാൻ എന്നുള്ളതാണ്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ 102 വയസ്സുണ്ടായിരുന്നു VS അച്യുതാനന്ദന്. 20 ആണ് VS അച്യുതാനന്ദൻ ജനിക്കുന്നത്. ഈ പ്രായമെത്തുമ്പോൾ നമ്മൾ ഇന്ന് പലരോടും സംസാരിച്ചു, പ്രത്യേകിച്ച് VS അച്യുതാനന്ദൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ, അതുപോലെ അദ്ദേഹവുമായി അടുത്ത് ഇടപഴകിയിരുന്ന മനുഷ്യരോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ അതിവൈകാരികമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കൂ, കഴിഞ്ഞ ജൂൺ 23 അദ്ദേഹത്തെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. അദ്ദേഹം ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. അദ്ദേഹം ആശുപത്രി കിടക്കയിൽ എത്ര ദിവസം കിടന്നു എന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്കൂ. ആ സമര പോരാട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ സമര ഇതിഹാസത്തിൻ്റെ നിശ്ചയദാർഢ്യം, ആ ചങ്കിൻ്റെ തീച്ചൂട് എത്രത്തോളം ചൂടുള്ളതാണെന്ന് നിങ്ങളൊന്ന് നോക്കൂ എന്ന് അവർ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് സ്കേൻ. അങ്ങനെ കണ്ട് ജീവനോട് പോലും പടവെട്ടി പോരാടിയതിനു ശേഷമാണ് ആ സമര ഇതിഹാസം വിട പറഞ്ഞിരിക്കുന്നത്. ഒരു യുഗാന്ത്യം, അക്ഷരാർത്ഥത്തിൽ ഒരു യുഗാന്ത്യം സംഭവിച്ചിരിക്കുന്നു. എസ്കേൻ, 80 വയസ്സുള്ള VSനെ നമ്മൾ കാണുന്നത് VS അടങ്ങി ഓഫീസിൽ ഇരിക്കുന്നതല്ല. എസ്കേൻ മതികെട്ടാനിലേക്കും മൂന്നാറിലേക്കും പാറയിലേക്കുമൊക്കെ ആ മുണ്ടങ്ങനെ മടുത്തുകുത്തി ആ ജുബ്ബയിട്ട് അങ്ങനെ നടന്നു കയറുന്ന VS അച്യുതാനന്ദനെയാണ് മലയാളികൾ കണ്ടിട്ടുള്ളത്. എസ്കേൻ, VS എത്തുന്ന സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എസ്കേൻ, മൂന്നാർ ഈ പെമ്പിള ഒരുമയ സമരം നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ നേതാക്കൾക്കോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ പ്രവേശനമില്ലാത്ത ആ സമരത്തിലേക്ക് VS അച്യുതാനന്ദൻ കടന്നു വന്നതും ആ സ്ത്രീകൾ, ആ തോട്ടം തൊഴിലാളി സ്ത്രീകൾ അദ്ദേഹത്തെ സ്വീകരിച്ചതും അത് ചരിത്രമായി രേഖപ്പെടുത്തുന്നതാണ്. അവർ അവിടേക്ക് അദ്ദേഹത്തെ കസേരയിട്ട് ഇരുത്തുന്നു. അവർക്ക് ചുറ്റും ആ തോട്ടം തൊഴിലാളി സ്ത്രീകളിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് അത് ഇപ്പോഴും ഓർക്കുന്നൊരു രംഗമാണ്. അവർ അതിലേക്ക് ഓർക്കുമ്പോഴും അവരുടെ സമരം VS എത്തിയതിനു ശേഷമാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അവരുടെ സമരം അവസാനിപ്പിക്കുന്നുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. ആ ചർച്ചകൾ ആരംഭിച്ച് അന്ന് മന്ത്രി PK ജയലക്ഷ്മി അവിടേക്ക് എത്തുമ്പോൾ PK ജയലക്ഷ്മിക്ക് ചുറ്റുമല്ല ആൾ കൂടിയത്, ആ മന്ത്രിക്ക് ചുറ്റുമല്ല ആൾ കൂടിയത്, VSന് ചുറ്റുമാണ്. അതായത് തങ്ങളുടെ കാവലാൾ അതാരാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയുന്നത് VS ഒരു സമര മുഖത്തേക്ക് എത്തുമ്പോഴാണ്. അത്തരത്തിൽ VS കണ്ടിട്ടുള്ള സമരമുഖങ്ങൾ, VS നേതൃത്വം നൽകിയ സമരമുഖങ്ങൾ, അത് പ്രകൃതിക്ക് വേണ്ടിയാകട്ടെ, പരിസ്ഥിതിക്ക് വേണ്ടിയാകട്ടെ, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാകട്ടെ, കുട്ടികൾക്ക് വേണ്ടിയാകട്ടെ, അങ്ങനെ എത്ര കണ്ടു സമര പരമ്പരകൾ മലയാളം കണ്ടു. VS അങ്ങനെ നടന്ന് മതികെട്ടാനും അതുപോലെ മൂന്നാറിന് മുകളിലൂടെയൊക്കെ നടന്നു കയറുന്ന VSനെ മലയാളി കണ്ടു. ശബരിമലയിലേക്ക് നടന്നു കയറുന്ന VSനെ മലയാളി കണ്ടു. അത് എത്ര വയസ്സുള്ള VS ആണ്? 85 വയസ്സുള്ള VS അച്യുതാനന്ദൻ അങ്ങനെ നടന്നു കയറുന്നത് മലയാളി കണ്ടതാണ്. ആ VS അച്യുതാനന്ദനാണ് വിട പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അത് അന്ത്യാഭിവാദനം അർപ്പിക്കാൻ ഇവിടേക്ക് ഒഴുകിയെത്തുക എന്നുള്ളത് അവരുടെ അവകാശമായി പൊതുസമൂഹം കാണുന്നുണ്ട്.
അതിൽ രാഷ്ട്രീയ പാർട്ടി വ്യത്യാസങ്ങളില്ല. നേരത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എ കെ ആന്റണി അടക്കമുള്ളവർ ഈ എ കെ ജി സെന്ററിലെത്തിയാണ് വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദനം നേർന്നു പോയത്. ഇനി ഇങ്ങനെ ഒരു പേരില്ല, ഇങ്ങനെ ഒരാളില്ല, ഇങ്ങനെ ഒരു വിപ്ലവ രൂപമില്ല എന്നവർ പറയുന്നുണ്ട്. വി എസ് എവിടെയൊക്കെയാണ് SKN പോരാട്ടം നടത്തിയത്? അത് പൊതുസമൂഹത്തിന് വേണ്ടിയാണ്, അത് പരിസ്ഥിതിക്ക് വേണ്ടിയാണ്. അത് മാത്രമാണ്, അതല്ല ഉൾപാർട്ടിയിലും വി എസ് പോരാട്ടം നടത്തിയത് നമ്മൾ കണ്ടതാണ്. ആ പോരാട്ടത്തിനൊക്കെ ഒടുവിൽ വി എസ് വളരെ ശാന്തനായി അത് വീക്ഷിച്ചു കണ്ടതാണ്. 95 ഈ മാരാരിക്കുളം തോൽവിക്ക് പിന്നാലെ വി എസ് വീട്ടിലേക്കെത്തിയ വി എസ്, വേലിക്കകത്ത് വീട്ടിലേക്കെത്തിയ വി എസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചരിത്രരേഖയാണ്. അതായത് വലിയ വിപ്ലവം പാർട്ടിക്കുള്ളിൽ അങ്ങനെ പടവെട്ടി നിൽക്കുന്ന വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് ജനങ്ങൾ ഇപ്പോഴും അവിടെ തമ്പടിച്ച് തന്നെ നിൽക്കുകയാണ്. തൻ്റെ ജനനേതാവിന്, ഇത്ര കാലവും തങ്ങൾ ആരാധിച്ച നേതാവിനെ ഒരു അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ ആയിരങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കണ്ണേ കരളെ എന്ന ആയിരങ്ങൾ ഏറ്റുവിളിക്കുന്ന വി എസ് ശരിക്കും ആരായിരുന്നു? കേരളത്തിന് ഈ വി എസ് എന്തായിരുന്നു? പോരാട്ടത്തിൻ്റെ പ്രതീക്ഷയുടെ പര്യായമായ ആ രണ്ടക്ഷരം വി എസ്.